പുട്ടും കടലയും കഴിക്കാത്തവരുണ്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബീഫ് കറി മാറി നിൽക്കേണ്ടി വരും, അത്രയ്ക്കും രുചിയുള്ളൊരു കടലക്കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയോടുകൂടി ഒട്ടും തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടല തലേ ദിവസം ഒന്ന് കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കുതിർത്ത കടലയെ കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ, പൊടികളുടെ അളവെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ, താല്പര്യമുള്ളവരൊന്നും ചെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കടല മുങ്ങിക്കെടുക്കുന്ന പാകത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. എന്നിട്ടൊരു 10-12 വിസിലടിക്കണം, ഒരുമിച്ച് അടിക്കേണ്ട. ഒരു 5 അടിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി വെള്ളം പാകാക്കിയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ വെന്ത കടലയിൽ നിന്ന് ഒരു ലേശം കടല മാറ്റി വയ്ക്കുന്നത്, ഒരു 2-3 കരണ്ടി കടല നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അരച്ചെടുക്കാൻ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഒരു സവാള 2 പച്ചമുളക് അരിഞ്ഞ് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിരുന്ന് വഴറ്റിയെടുക്കുക. അധികം വഴറ്റില്ല കേട്ടോ. ഇനി അതിലേക്ക് അരച്ച കടലയും ബാക്കിയുള്ള കടലയും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കുക. അപ്പോൾ നെയ്യ് ഒഴിവാക്കേണ്ട, എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഓക്കെ, ബൈ.